ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യേശു ക്രിസ്തു ഏക രക്ഷകൻ എന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ, എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് കാണുന്നു. ഈ വചനഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഏക രക്ഷകനാണെന്നും ആ രക്ഷകനായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നതിലൂടെ മാത്രമേ ഒരുവന് രക്ഷിക്കപ്പെടുവാൻ കഴിയൂ എന്നുമുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി തന്നെ 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന്. വക്രത എന്ന വാക്കിന്റെ അർത്ഥം കപടമായ ഭാവപെരുമാറ്റങ്ങൾ എന്നാണ്. ഇപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്ക് മനുഷ്യർ എങ്ങനെ അധപ്പതിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആദമിനെയും ഹവ്വയെയും സൃഷ്ടിക്കുന്നതായി കാണാം. ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ദൈവം കൽപ്പനകളെ കൊടുത്തു. എന്നാൽ അവർ പിശാചിന്റെ വശീകരണ വലയത്തിൽ അകപ്പെട്ട് കൽപ്പനകൾ ലംഘിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയതായി കാണാം. ദൈവം അവരെ കാണുവാൻ തോട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ദൈവം കാണാതിരിക്കുവാൻ തോട്ടത്തിൽ ഒളിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവർ വക്രതയുള്ളവരായി തീർന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്ന് കാണുന്നു. ഇങ്ങനെ പാപമരണത്തിന് അധീനരായ നമ്മെ രക്ഷിപ്പാൻ ദൈവം തന്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ കാണുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് യോസഫിനോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്നു. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനങ്ങൾ 98-ന്റെ 2-ാം വാക്യത്തിൽ, യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണുക തന്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു എന്ന് കാണുന്നു. 3-ാം വാക്യത്തിൽ, ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കണ്ടിരിക്കുന്നു, നിത്യമരണത്തിന് അധീനരായി നിത്യനരകത്തിന് അവകാശികളായി തീരാമായിരുന്ന നമ്മെ രക്ഷിപ്പാൻ ദൈവം തന്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. 98-ാം സങ്കീർത്തനം തന്നെ 4-ാം വാക്യത്തിൽ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, കൊട്ടി ഘോഷിച്ച് കീർത്തനം ചെയ്യുവീൻ എന്നാണ് അവിടെ പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ, യേശു ജനിച്ച ശേഷം ആട്ടിടയന്മാരോട് ദൂതൻ പറയുന്ന വാക്കുകളാണ്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നുവെന്ന്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നുവെന്ന്. നീതിമാനും പരിശുദ്ധാത്മാവുള്ളവനും ഇസ്രയേലിന്റെ സമാധാനത്തിനായി കാത്തിരുന്നവനുമായ ശിമ്യോൻ എന്നൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ യേശുവിനെ കൈകളിൽ ഏന്തിയിട്ട് ഇപ്രകാരമാണ് പറയുന്നത്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന്. 1 തീമോഥെയോസ് 1:15 ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് കാണുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ, പിതാവ് പുത്രനെ രോഗരക്ഷിതാവായിട്ട് അയച്ചു എന്ന് നമുക്ക് കാണാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ, സർവ്വലോകത്തിന്റെ പാപത്തിനും പ്രായശ്ചിത്തമായി യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ വന്നു എന്ന് നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 47-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ ലോകത്തെ രക്ഷിപ്പാനത്രേ വന്നിരിക്കുന്നതെന്ന്. ഈ വചനങ്ങളിലൂടെ എല്ലാം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകനെന്നും ലോകരക്ഷകനെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മറ്റൊരുത്തനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം അത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഇത്ര വലിയ രക്ഷയെ മനുഷ്യവർഗത്തിന് ലഭിപ്പാൻ തക്കവണ്ണം ദൈവം തന്റെ സ്വന്തം പുത്രനെ യാഗമാക്കുവാൻ തീരുമാനിച്ചു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം, അതായത് അടിമയായി പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് താണുകൊടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച്, അതായത് സ്വയം വെടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ദൈവവും അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകിയെന്ന് പറയുന്നു.
അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവന്റെ അകൃത്യത്തിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അയച്ചിരിക്കുന്നുവെന്ന് കാണുന്നു. ഇവിടെ പറയുന്ന ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് രക്ഷ വ്യക്തിപരമായി പ്രാപിക്കേണ്ട ഒരു കാര്യമാണ് എന്നതാണ്. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ഓരോരുത്തൻ താന്റെ അകൃത്യം നിമിത്തമത്രേ മരിക്കുന്നതെന്ന് കാണാം. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങളിൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ രക്ഷ ദൈവത്തിന്റെ ദാനമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഏതെങ്കിലും വസ്തുവകകൾ കൊണ്ടോ പണം കൊടുത്തോ ബുദ്ധി കൊണ്ടോ ഒന്നും ഈ രക്ഷയെ ആർക്കും അവകാശമാക്കുവാൻ സാധിക്കയില്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യത്തിൽ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അതേ അധ്യായം തന്നെ 65-ാം വാക്യത്തിൽ പറയുന്നത് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്നാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും പറയുന്നത് പോലെ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇപ്രകാരമുള്ള അനുഭവത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിൽ കൂടിയുള്ള രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ രക്ഷയെ ഗണ്യമാക്കാതെ തെറ്റിയൊഴിയുന്ന വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ മറ്റൊരു വചനം ഇപ്രകാരം പറയുന്നു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ, യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും ആദോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുമെന്ന്. യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുമെന്ന്. ഈ രക്ഷയെ ഗണ്യമാക്കാതെ ഏത് വ്യക്തി തെറ്റിയൊഴിഞ്ഞാലും ഇപ്രകാരമുള്ളൊരു അനുഭവത്തിൽ മടങ്ങി വരിക തന്നെ ചെയ്യും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.